പെട്രോള് ഗ്യാസിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടുന്നു. അതുമാത്രമല്ല ലഭ്യതയും ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വരുമല്ലേ. എന്ന് വെച്ചാൽ നമുക്കിപ്പം ഗ്യാസ് തന്നെ ഇപ്പം 45 ദിവസം പ്രീ ബുക്കിംഗ് ആയി. ഭാവിയിൽ എന്തായാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൂടിക്കൊണ്ടിരിക്കും. അപ്ഗ്രേഡ് നമുക്കിപ്പോൾ AC കൂടും, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഒരു 2 വീലർ മേടിക്കാം, അല്ലെങ്കിൽ കാറ് മേടിക്കാം. അപ്പോൾ ഒരു 3000 മുതൽ 5000 രൂപ ബില്ല് വരുന്നവർക്ക് നമ്മളിപ്പോൾ 3 കിലോ വാട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എങ്കിലും ഒരു 5 കിലോ വാട്ടൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. PM സൂര്യകർ എന്ന് പറഞ്ഞ സ്കീമിൽ തന്നെ എത്രയോ കമ്പനികൾ ഒരു 100-200 സിസ്റ്റം അല്ലെങ്കിൽ 500 സിസ്റ്റം വരെ ചെയ്ത കമ്പനികൾ വരെ ഇന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. അവർ നിർത്തിയിരിക്കുകയാണ് പല കാര്യങ്ങളും. സോളാർ പാനലുകൾക്ക് 25-30 വർഷം വാറണ്ടി ഉണ്ട്. അപ്പോൾ ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം കസ്റ്റമർ എല്ലാവരും സോളാറിലോട്ട് വരുന്നതാണ് നല്ലത്. നമ്മൾ വരും തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന റിന്യൂവബിൾ എനർജിയിലോട്ട് പോകുക എന്നുള്ളത്, നമുക്ക് ഫോസിൽ ഫ്യൂവൽസിൽ നിന്ന് മാറി ഒരു റിന്യൂവബിൾ എനർജിയിലേക്ക് പോകുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ പൈസ മാത്രം സേവ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ വീട്ടിലോ സ്ഥാപനത്തിലോ സോളാർ വെക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ, ഇനി അതല്ല സോളാറിനെ കുറിച്ച് ഇൻ ജനറൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മൈ ബ്രാൻഡ് മൈ പ്രൈഡ് ഉറപ്പായിട്ടും കാണണം കേട്ടോ. കാരണം കഴിഞ്ഞ 16 വർഷമായി ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബ്രാൻഡാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. റെനർജി സിസ്റ്റംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും റോയ് സാറാണ് ഇന്ന് നമ്മളോടൊപ്പം. സോ വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ്. ഇത് ഈ 16 വർഷത്തെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ആക്ച്വലി സോളാർ ഭയങ്കര ഒരു ബൂമിൽ വരുന്നതൊക്കെ ഈ കഴിഞ്ഞൊരു 2 വർഷത്തിൻ്റെ ഇടയിലാണ്. ഇപ്പോഴാണ് ട്രെൻഡ് ആവുന്നതെന്ന് പറയാം. റെനർജി എപ്പോഴാണ് സോളാറിനെ കുറിച്ച് ആലോചിക്കുന്നതും ഇതിലേക്ക് വരുന്നതും ഒക്കെ? ആക്ച്വലി ഞാൻ എൻ്റെ ബിസിനസ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 26 വർഷമായി. 99-ലാണ്. ഞാൻ ഈ റിന്യൂവബിൾ എനർജി സെക്ടറിൽ വരുന്നത് 2011-ലാണ്. 2011 ലാസ്റ്റ് ഞാനൊരു പത്രത്തിൽ പരസ്യം കണ്ടാണ് ജസ്റ്റ് ഒന്ന് അതുമായിട്ട് അന്വേഷിച്ച് അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ അതൊരു ഫേക്ക് ഏജൻസി ആയിരുന്നു. അങ്ങനെ എൻ്റെ കുറച്ച് പൈസ ഡിപ്പോസിറ്റൊക്കെ പോയാണ് ഞാൻ എൻ്റെ ഒരു കരിയർ വാളിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഞാൻ കുറച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പ്രൊജക്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കേണ്ട ഒരു ആവശ്യകത വന്നപ്പം, അതുപോലെ എനിക്ക് റിന്യൂവബിൾ എനർജിയോടൊരു പ്രത്യേക ഒരു താല്പര്യവും ഉണ്ടായിരുന്നു. അപ്പം കസ്റ്റമേഴ്സിന് സർവീസും കൊടുക്കണം, ആ കമ്പനി ഇല്ല, അവർ വെച്ച പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റിയുടെയൊക്കെ ഒരു പ്രശ്നം, പിന്നെ ആഫ്റ്റർ സർവീസ് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളത് വന്നപ്പോൾ എനിക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു. ഞാൻ ഇലക്ട്രിക്കലാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, MIP-ലാണ് എൻ്റെ കരിയർ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിൽ ഇവർക്ക് കസ്റ്റമേഴ്സിനൊക്കെ സർവീസ് കൊടുക്കുകയും അങ്ങനെയാണ് എൻ്റെ ഒരു റിന്യൂവബിൾ എനർജിയിലുള്ള എൻ്റെ ഒരു ഒഫീഷ്യൽ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു റെനർജിയുടെ സ്റ്റേറ്റസ് എന്താ? നമ്മൾ എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്? റെനർജി കേരളത്തിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ളൊരു സോളാർ EPC ആണ്. EPC എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് പ്രിക്യൂർമെൻറ്റ് കൺസ്ട്രക്ഷൻ എന്നാണ്. സോളാർ വെണ്ടർ എന്ന് പറയും. അപ്പം കേരളത്തിലിപ്പം ഓൾമോസ്റ്റ് ഒരു 8000-ന് മുകളിൽ സോളാർ പ്രോജക്റ്റുകൾ റെനർജി ചെയ്തു കഴിഞ്ഞു. 20 മെഗാവാട്ടോളം പ്രോജക്റ്റ്. അതുകൂടാതെ തന്നെ നമുക്ക് കേരളത്തിലിപ്പം 36 ഫ്രാഞ്ചൈസികളുണ്ട്. നമ്മൾ മേജർലി ഫ്രാഞ്ചൈസി ബേസ്ഡ് ആണ് നമ്മൾ പ്രൊജക്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഫ്രാഞ്ചൈസി നമ്മൾ ഊന്നൽ നൽകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം കസ്റ്റമറിലേക്ക് പെട്ടെന്ന് സർവീസ് എത്തിക്കുക, പെട്ടെന്ന് ഇൻസ്റ്റലേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ആഫ്റ്റർ സപ്പോർട്ട്. ഇതിനോടൊപ്പം ഉപരി പുതിയ കുറേ തൊഴിലവസരങ്ങൾ തുറക്കുക എന്നുള്ളതാണ്. അതായത് ഒരു റിസ്ക് ഫ്രീ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഏണിങ്സ് നേടുന്ന രീതിയിലേക്കുള്ളൊരു ബിസിനസ് തുടങ്ങുന്നതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് റെനർജി ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സോളാറിനെ പറ്റി ഇപ്പോൾ ഒരു കഴിഞ്ഞ 2-3 വർഷമായിട്ടാണ് ആക്റ്റീവായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു ട്രെൻഡായിട്ട് പോകുന്നത് സോളാർ വെക്കാൻ. കാരണം എന്താ വെച്ചാൽ ചൂട് കൂടുന്നു, ആളുകൾ AC-യുടെ ഉപയോഗം കൂടുന്നു, അപ്പോൾ കറണ്ടിൻ്റെ ഉപയോഗം കൂടുന്നു, അപ്പോൾ കറണ്ട് ബില്ല് ഭയങ്കര ഭീമമായിട്ട് വരുന്നു. പക്ഷെ ചിലരെങ്കിലുമൊക്കെ പറയും നമ്മൾ സോളാർ വെക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വെക്കേണ്ട ആവശ്യമുണ്ടോ, അതിന് മാത്രം ചിലവുണ്ടെന്ന്. ശരിക്കും ആർക്കൊക്കെ സോളാർ വെക്കാം? അങ്ങനെ സോളാർ വെക്കണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇനി എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷനിൽ നമുക്കൊരു 1000 രൂപയ്ക്ക് മുകളിൽ ബില്ല് വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് സോളാർ റെക്കമെൻഡ് ചെയ്യാം. ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ ഒരു കസ്റ്റമറിനൊക്കെ ഇപ്പം മാം ചോദിച്ചതുപോലെ തന്നെ നമുക്ക് സോളാർ വെക്കുമ്പം ഇലക്ട്രിസിറ്റി ബില്ല് സേവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സോളാർ വെക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് മാത്രമല്ല, പാചകവാതകവും ഇന്ധനവും, അതായത് നമുക്ക് ഗ്യാസ് ഒഴിവാക്കിയിട്ട് ഇൻഡക്ഷൻ ടോപ്പിലോട്ട് പോകാം. അതുകൂടാതെ നമുക്ക് വാഹനങ്ങൾ ഇലക്ട്രിക്കലിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് 2 വീലർ 4 വീലർ. അപ്പോൾ അത് ഭയങ്കര ഒരു വ്യത്യാസമാണ് ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്നത്. വെച്ചാൽ നമുക്ക് 3 കൂടെ മാറുമ്പോൾ തന്നെ ഇപ്പോൾ 1000 രൂപ ഒരു ഇലക്ട്രിസിറ്റി ബില്ല്, അല്ലെങ്കിൽ ഒരു 150 രൂപ അല്ലെങ്കിൽ 100-150 രൂപ ഒരു ദിവസം 2 വീലറിനെങ്കിലും പെട്രോൾ അടിക്കാത്ത ഒരു വീട്ടുകാർ കാണില്ല. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കാറ്, അപ്പോൾ ഗ്യാസിന് 1000 രൂപ സിലിണ്ടറിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഓൾമോസ്റ്റ് ഒരു 7500-8000 രൂപ
ഒരു ആവറേജ് ഉള്ള ആൾക്കാർ ഗ്യാസിലും ഇതിനെല്ലാം കൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പം ഇന്ന് നമുക്ക് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്നുള്ള നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്കീം വളരെ ശക്തമായിട്ട് മുന്നോട്ട് 1 കോടി റൂഫ് ടോപ്പുകൾ എന്ന ഒരു ടാർഗറ്റോടെ നീങ്ങുവാണ്. അപ്പോൾ അതിൽ 78,000 രൂപ വരെ സബ്സിഡിയോടുകൂടി നമുക്ക് സോളാർ പവർ പ്ലാന്റുകൾ ഇതിനെല്ലാം ഉപരി നമുക്ക് ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ, അതായത് ഹൗസിംഗ് ലോണിനും താഴെയാണ് ഇൻട്രസ്റ്റ് റേറ്റ്, 5.75% ഇൻട്രസ്റ്റ് റേറ്റോടുകൂടി 10 വർഷം വരെ ടേൺ ഓവറോടുകൂടി അവർ ടേണിൽ ഇത് കിട്ടുന്നുണ്ട്, ലോൺ കിട്ടുന്നുണ്ട് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന്. അതുകൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നതിൻ്റെ താഴെ EMI വരുവുള്ളൂ. അത് അവർക്കൊരു 4-5 വർഷം കൊണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു തീർക്കാം. അത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ആസ്വദിക്കുകയും ചെയ്യാം. ഈ പ്ലാന്റുകൾക്ക് നമുക്ക് 5 മുതൽ 10 വർഷം വരെ വാറണ്ടി ഉണ്ട്. ടോട്ടൽ സിസ്റ്റം മീൻസ് സർവീസ് കിട്ടും. സോളാർ പാനലുകൾക്ക് 25-30 വർഷം വാറണ്ടി ഉണ്ട്. അപ്പോൾ ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം കസ്റ്റമർ എല്ലാവരും സോളാറിലോട്ട് വരുന്നതാണ് നല്ലത്. പക്ഷേ എങ്ങനെ കസ്റ്റമറിന് ഒരു നല്ലൊരു വെണ്ടറിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അത് നോക്കുന്നതിൻ്റെ അതാണ്. അപ്പൊ അതേ സാധനം ഞാൻ ചോദ്യമായിട്ട് ചോദിക്കട്ടെ, എങ്ങനെ ഒരാളൊരു നല്ല വെണ്ടറിനെ ചൂസ് ചെയ്യാം? നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കണം സോളാർ വെക്കുന്നതിന് മുമ്പ്? നമുക്ക് മെയിനായിട്ട് ഇപ്പം സാധാരണ ഒരു കസ്റ്റമർ ഒരു സോളാർ വെക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ മെറ്റ വഴിയായാലും അല്ലെങ്കിൽ വാട്ടെവർ ഒരുപാട് എൻക്വയറീസ് വരും, ഓപ്ഷൻസ് കസ്റ്റമറിന് സെലക്ട് ചെയ്യാം. അപ്പം ഈ ഒരു റിക്വയർമെൻറ്റ് ഇവർ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കമ്പനികൾ വിളിക്കും, പല ഡിഫറൻറ്റ് പ്രൈസ്. ഉദാഹരണത്തിന് ഒരു 3 കിലോവാട്ട് സോളാർ പവർ പ്ലാന്റ് വയ്ക്കുന്നതിന് ഒരു 2 ലക്ഷം, 2,10,000 തൊട്ട് 2,25,000 രൂപ വരെ കോട്ട് ചെയ്യുന്ന കമ്പനികളാണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രൈസ് മാത്രം നോക്കരുത്, ബ്രാൻഡ് മാത്രം നോക്കരുത്, ചെയ്യുന്ന സോളാർ EPCയുടെ ഒരു ക്രെഡിബിലിറ്റിയും കൂടെ നോക്കണം. അത് എത്ര വർഷമായിട്ട് അവർ ഇൻഡസ്ട്രിയിലുണ്ട്, എത്ര പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു FMEG പ്രോഡക്റ്റ്, FMCG പ്രോഡക്റ്റ് അല്ലേ. FMEG പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ TVയോ ഫ്രിഡ്ജോ അല്ലെങ്കിൽ മിക്സിയോ മേടിക്കുന്ന കണക്ക് നമ്മൾ അതൊക്കെ ആണെങ്കിൽ ഒരു മൈജി അല്ലെങ്കിൽ നന്ദിലത്ത് നിന്നൊക്കെ ഒരു ഇത് മേടിച്ചു കഴിഞ്ഞാൽ മാനുഫാക്ചർ ഡയറക്റ്റ് നമുക്ക് വാറണ്ടി കിട്ടും TV ന്ന്. പക്ഷേ ഇത് ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ പാനല്, സോളാർ പാനല്, ഇൻവെർട്ടർ, DB കേബിള്, ആക്സസറീസ്, സ്ട്രക്ചർ, വാട്ടെവർ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ചേർന്നാണ് നമ്മൾ ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രൊജക്റ്റ് പോലെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് സാധനമാണെന്ന് കംപ്ലയിൻറ്റ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സിസ്റ്റം ഓഫായി കിടക്കുമ്പം കസ്റ്റമർ അവർ ഇത് സാധാരണപ്പെട്ടവൻ ലോണൊക്കെ എടുത്താണ് ഇപ്പോൾ സോളാർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് EMI അടയ്ക്കേണ്ടി വരും. അത് കിട്ടും. ഇപ്പം സാധാരണ ഒരു സോളാർ EPC ചെയ്യുന്ന ഒരു കമ്പനി ഇപ്പം മാം നേരത്തെ പറഞ്ഞു 16 വർഷമായിട്ട് നമ്മുടെ ഇതിലുണ്ട് ഇൻഡസ്ട്രി. ഇപ്പോൾ ഈ ബൂമിംഗ് ആയി തുടങ്ങിയിട്ട് 2-3 വർഷമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൽ കേരളത്തിൽ രജിസ്റ്റേർഡ് ആയിട്ട് ഏകദേശം 1450 മുകളിൽ ഏകദേശം 1500ഓളം ഡയറക്റ്റ് വെണ്ടേഴ്സ് ഉണ്ട് MNR രജിസ്റ്റർ ചെയ്ത്. അപ്പം ഇവരിൽ പലരും ഇപ്പം 1-2 വർഷം 2-3 ഈ ഒരു പീക്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഇതിൻ്റെയൊക്കെ ഒരു സാച്ചുറേഷൻ പീരീഡ് അല്ലെങ്കിൽ കുറേ വരുമ്പോൾ ആൾക്കാർ ബാക്കിലോട്ട് പോകും. അവർക്ക് അന്നെന്നുള്ളൊരു കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുറേ പേര് സോളാർ വെച്ചിട്ട് കുറേ പേർക്ക് വെച്ചിട്ട് റേറ്റ് കുറച്ച് ചെയ്യും, അവർ ചെയ്തിട്ട് പോകും. ഇതൊരു പ്യൂർലി ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ടാണ് വേണ്ട ബിസിനസ്സാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 25-30 വർഷം നമ്മൾ മിനിമം ഒരു ഇത് വരണം, അല്ലെങ്കിൽ ഒരു 5 മുതൽ 10 വർഷം വാറണ്ടി കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം മാനുഫാക്ചർ ഡയറക്റ്റ് കിട്ടുന്നത് കാര്യം എന്ത് കംപ്ലയിൻ്റ് എന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് പോയി മാനുഫാക്ചറിനെ ഇൻഫോം ചെയ്യാൻ. അതാണ്. അതുകൊണ്ട് വെണ്ടറിൻ്റെ ഒരു ക്രെഡിബിലിറ്റി വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആൾക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ പൈസ ബ്രാൻഡ് ഒക്കെ നോക്കുന്നതിന്റെ കൂട്ടത്തിൽ അവർ ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ അവർ എത്ര ഇൻഡസ്ട്രിയിലുണ്ട് അല്ലേ 10 to 15 വർഷം വരെയൊക്കെ വാറണ്ടി കൊടുക്കുന്നു പറഞ്ഞല്ലോ. ശരിക്കും സോളാറിന് ഒരു എക്സ്പയറി ഉണ്ടോ? അതായത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ലൈഫ് ടൈം എന്ന് പറഞ്ഞപ്പം ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ എടുത്താൽ ഒരു 15 വർഷമൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ വണ്ടി നമ്മൾ സാധാ വണ്ടി. അപ്പം നമ്മളൊരു സോളാർ വെക്കുന്നത് ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു 25-30 വർഷം നമുക്കത് നിൽക്കണം. മിനിമം ഒരു 15 വർഷമൊക്കെ 10-15 വർഷമൊക്കെ നമുക്ക് എന്തായാലും അത് നിൽക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ലൈഫ് ഒരു 60-65 വർഷം 50 വർഷത്തിന് മുകളിലൊക്കെ ലൈഫ് കിട്ടും സോളാർ പാനൽ. പിന്നെ ഇതിൽ വരുന്ന ഇൻവെർട്ടറോ കോമ്പോണൻസോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ ക്വാളിറ്റി പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മാത്രമല്ല ഇൻസ്റ്റാളേഷൻ്റെ ഒരു ക്വാളിറ്റിയോട് നമ്മൾ നോക്കണം. കറക്റ്റ് പ്രോപ്പറായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണം. അതുമൊക്കെ നമ്മൾ ഇതിപ്പോൾ ഉദാഹരണത്തിന് സോളാർ പാനൽ വയ്ക്കുന്നു, നമ്മൾ 30 വർഷം വാറണ്ടി കൊടുക്കുവാണ്. അതിനോടൊപ്പം തന്നെ അത് ചെയ്യാനുള്ള സ്ട്രക്ചർ നമ്മൾ കുറഞ്ഞ സ്ട്രക്ചറും ഗേജ് കുറഞ്ഞതും ക്വാളിറ്റി ഇല്ലാത്ത സ്ട്രക്ചർ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിയ കാറ്റടിക്കും കാര്യമില്ല. ഇത് 5 വർഷം 10 വർഷം ഇരിക്കുന്നതിന് മുമ്പ് തുരുമ്പെടുത്ത്
അല്ലെങ്കിൽ 2-3 വർഷം കൊണ്ട് പലയിടത്തും നമ്മൾ കാണുന്നൊരു ഇതാണ്. അപ്പോൾ പ്രൈസ് നോക്കുമ്പം ആൾക്കാർ നോക്കുമ്പം പാനലും ഇത് മാത്രമേ വരുള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് വെണ്ടർ അത്ര ഇമ്പോർട്ടൻ്റ്. വെണ്ടർ അപ്പം നമുക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു 500, 1000 അല്ലെങ്കിൽ ഒരു 1000, 2000, 3000 സിസ്റ്റം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർ ഇൻഡസ്ട്രിയിൽ എന്തായാലും ഉള്ള ആൾക്കാരായിരിക്കും. അതാണ് ഏറ്റവും പ്രിഫറബിൾ എന്നുള്ളതാണ്. അപ്പൊ അതിനു മുമ്പ് അവർ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നോക്കുന്നത് സാധാരണ ഇപ്പം ഞാൻ ഈ പുതിയ ആൾക്കാർ അവരും ഒക്കെ ജീവിക്കുന്നതാണ്, അത് ജെന്യൂൻ ആയിട്ടുള്ള. അപ്പം നല്ല ആൾക്കാരും ഉണ്ട്. ഇപ്പം മീൻസ് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ള ഒരുപാട് സോളാർ EPCകളുണ്ട്. പക്ഷേ ഇതിൽ തന്നെ നമുക്ക് ആരെ ചൂസ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പം നിർത്തി പോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ കാര്യം ഇപ്പം PM സൂര്യകർ എന്ന് പറഞ്ഞ സ്കീമിൽ തന്നെ എത്രയോ കമ്പനികൾ ഒരു 100-200 സിസ്റ്റം അല്ലെങ്കിൽ 500 സിസ്റ്റം വരെ ചെയ്ത കമ്പനികൾ വരെ ഇന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. അവർ നിർത്തിയിരിക്കുകയാണ് പല കാര്യങ്ങൾ. ഇപ്പോൾ റേറ്റ് കുറച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഇപ്പം 2 ലക്ഷം രൂപയുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപയുടെ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പം ഒരു 5% അല്ലെങ്കിൽ ഒരു 10% എമൗണ്ട് വ്യത്യാസം വന്നു കഴിഞ്ഞാലും നല്ല വെണ്ടറിനെ ചൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരു ഏറ്റവും നല്ലൊരു കസ്റ്റമർ. എന്ന് വെച്ചാൽ ഇതൊരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയാണ്. ഓഫ് കോഴ്സ് നമ്മളതൊരു അസറ്റ് ആയിട്ട് തന്നെ ഉദ്ദേശിച്ച് തന്നെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ സോളാർ വെക്കുമ്പോഴേ ഇപ്പോൾ അതായത് കുറച്ച് നാൾ മുന്നേ വരെ സോളാർ വെക്കുന്നത് വളരെ ഈസി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് ടഫാണ്. ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്നൊക്കെ കേൾക്കാറുണ്ട് നമ്മൾ. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ആക്ച്വലി വന്നിട്ടുണ്ടോ? 2 വർഷമല്ല, കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് അല്ലെങ്കിൽ 1 വർഷത്തിനകത്തായിട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഫീസിബിലിറ്റി ഇഷ്യൂ വരുന്നുണ്ട്. മീൻസ് ഇപ്പം നമുക്കൊരു നിശ്ചിത അളവിൽ മാത്രമേ നമുക്കൊരു 90% ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി കൊണ്ട് മാത്രമേ നമുക്ക് സോളാർ അവിടെ ഓൺ ഗ്രിഡ് സിസ്റ്റങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് നമുക്ക് ഗ്രിഡ് കണക്റ്റർ റൂഫ് ടോപ്പ് എന്ന് പറയും. അപ്പോൾ അത് പ്ലാന്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം അതിൽ കൂടുതലായി കഴിഞ്ഞാൽ KSEB ഫീസിബിലിറ്റി തരില്ല. നമുക്ക് സോളാർ പവർ പ്ലാന്റ് പല വ്യക്തികളും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളും നമുക്കിപ്പോൾ സോളാർ വെക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വരുമ്പോഴേ തന്നെ അവർക്ക് സോളാർ വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് വരുന്നത് ഈ ട്രാൻസ്ഫോമർ ഫീസിബിലിറ്റി. അത് കുറച്ചുകൂടെ ഒരു കസ്റ്റമറിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ പറഞ്ഞു. എനിക്ക് ആ പറഞ്ഞത് കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല. കുറച്ചുകൂടെ ഒരു ലോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞു. ആക്ച്വലി നമുക്ക് ഇപ്പം നമ്മുടെ കുറേ കമ്മ്യൂണിറ്റി കുറേ വീടുകൾക്ക് ചേർന്നൊരു ട്രാൻസ്ഫോമർ കാണുമല്ലോ. അതിനാണല്ലോ നമുക്ക് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത്. ഇപ്പം ഈ 100 കിലോവാട്ട് 100 kVയുടെ ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു 80 കിലോവാട്ടോ അല്ലെങ്കിൽ 90 കിലോവാട്ടേ നമുക്ക് സോളാർ ചെയ്യാൻ പറ്റുള്ളൂ അടുത്തുള്ള പരിസരങ്ങളിൽ. അപ്പോൾ ആ ഒരു പീക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഫീസിബിലിറ്റി കിട്ടൂല. ആ ഒരു ട്രാൻസ്ഫോമറിന്റെ അണ്ടറിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒരുപാട് പേര് ഇപ്പം നമുക്ക് തന്നെ 100 കണക്കിന് കസ്റ്റമേഴ്സ് എൻക്വയറി വന്നിട്ട് അവർക്ക് സോളാർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാരാ തീരുമാനിക്കുന്നത്? KSEB നിന്നാണ് നമുക്ക് ഫീസിബിലിറ്റിക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കും. അവർ കൊടുക്കുമ്പോൾ അതിലില്ല ഫീസിബിലിറ്റി ഇല്ലെങ്കിൽ അത് റിജക്റ്റ് ആവുക എന്നുള്ളത്. അപ്പോൾ മാക്സിമം ഒരു ഏരിയയിൽ എത്ര വീടുകൾക്കൊക്കെ ചെയ്യാം? അത് ഡിപ്പെൻഡ് അപ്പോൺ ദ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി അവരേത്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു കസ്റ്റമർ 3 കിലോവാട്ട് വയ്ക്കും, 5 കിലോവാട്ട് വയ്ക്കും, 10 കിലോവാട്ട് വയ്ക്കുന്ന കസ്റ്റമർ ഉണ്ട്. ചിലപ്പോൾ 20 കിലോവാട്ട് വയ്ക്കുന്നവരെ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ നമ്പേഴ്സ് ഇപ്പോൾ 20 കിലോവാട്ടിൻ്റെ ഒരു 3-4 ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 100 kVയുടെ ആണെങ്കിൽ ഫുള്ളായി കഴിഞ്ഞ്. അപ്പോൾ അത് പിന്നെ നമുക്ക് മാറ്റലോ? പിന്നെ നമുക്കിപ്പം MNREയുടെ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്കീം വഴി ഡീംഡ് ഫീസിബിലിറ്റി എന്ന് പറഞ്ഞ ഫീസിബിലിറ്റി കൊടുക്കണമെന്നാണ്. അതിന് കുറേ കടമ്പകളുണ്ട്. അത് മാത്രമല്ല ട്രാൻസ്ഫോമർ എൻഹാൻസ് ചെയ്യണം. പിന്നെ നമ്മുടെ ഇപ്പം 100 kVയുടെ ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്നിടത്ത് അത്ര കൺസംഷനേ ഉള്ളൂ. അപ്പോൾ ആ ഏരിയയിൽ കൺസംഷൻ അനുസരിച്ചാണല്ലോ KSEB ഇപ്പം അല്ലെങ്കിൽ 150യുടെ വെച്ചിരിക്കുന്നത് 150. അപ്പം ആ കൺസംഷനിൽ കൂടുതലുള്ള വലിയ ട്രാൻസ്ഫോമർ വെച്ചിട്ട് അവിടെ കൺസംഷൻ ഇല്ലാതെ വലിയ ട്രാൻസ്ഫോമർ വെച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് സോളാർ വെക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ പെട്ടെന്ന് ചെയ്താൽ നല്ല. അത് മാത്രമല്ല വരുന്ന 2027 മാർച്ച് 31 നമ്മുടെ ഈ PM സൂര്യകർ മുഫ്തി ബിജ്ലി യോജന എന്നുള്ള സ്കീം തീരുവാണ്. അപ്പോൾ ഈ 78,000 രൂപയുള്ള സബ്സിഡി പിന്നെ ഫുൾ എമൗണ്ട് അല്ലേ. ചിലപ്പോൾ വേറെ സ്കീമുകൾ വന്നാലും ചിലപ്പോൾ അതിൽ എത്ര രൂപ സബ്സിഡി കിട്ടും, എങ്ങനെയാണ് നല്ല പ്രൈസിൽ വ്യത്യാസം വരുമോ. ചെയ്യുകയാണെങ്കിൽ 2027 മാർച്ചിന് മുന്നേ ചെയ്യണം. ഇപ്പോഴേ ഓൾറെഡി പ്രൈസ് കൂടി. ഇപ്പം നമ്മൾ മെറ്റീരിയലിനൊക്കെ റേറ്റ് കൂടി. അപ്പം അതൊക്കെ എക്സ്പെക്ട് ചെയ്യുമല്ലോ എൻ്റെ കസ്റ്റമറിൽ. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ സോളാറില്ല. സോളാർ വെക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? സോളാർ വെക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വേറൊരു കാര്യങ്ങളും അറിയാം. നമുക്കിപ്പം നമ്മുടെ എത്ര ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നു അതനുസരിച്ചിട്ടാണ് നമ്മൾ സോളാർ പവർ പ്ലാന്റ് 3000-4000 നമ്മൾ ആക്ച്വലി നമ്മുടെ റിക്വയർമെൻറ്റിൻ്റെ കുറച്ചുകൂടെ ഒരു 1-2 പടി അധികം ചെയ്യുന്നതാണ് നല്ലത്. ഭാവിയിൽ നമ്മുടെ എന്തായാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്ഗ്രേഡാണ്. നമുക്കിപ്പോൾ AC കൂടും, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഒരു 2 വീലർ മേടിക്കാം, അല്ലെങ്കിൽ കാറ് മേടിക്കാം. അപ്പോൾ ഒരു 3000 മുതൽ 5000 രൂപ ബില്ല് വരുന്നവർക്ക് നമ്മളിപ്പോൾ 3 കിലോവാട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എങ്കിലും ഒരു 5 കിലോവാട്ടൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ഭാവിയിൽ നമ്മുടെ റിക്വയർമെൻറ്റ് ഭാവിയിലേക്ക് ഇപ്പോൾ ഒരു 3000 രൂപയ്ക്ക് താഴെ ബില്ല് വരുന്നവർക്ക് നമുക്ക് 3 കിലോവാട്ട് മതി.
അത് 4-5 മുകളിലൊക്കെ ആൾക്കാർ, അല്ലെ 5000 രൂപയ്ക്ക് മുകളിലുള്ള ആൾക്കാർക്ക് ആക്ച്വലി ഒരു 3 കിലോ വാട്ട് കൊണ്ട് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റും 5000 രൂപ വരെ. പക്ഷേ 5000 മുകളിൽ ഒരു 10,000 റുപ്പീസ് വരെ നമുക്ക് 5 കിലോ വാട്ട് സിസ്റ്റം വേണ്ടി വരും. ഈ ബില്ലെന്ന് സാർ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇലക്ട്രിസിറ്റി ബൈ മന്ത്ലി ബില്ലാണ്, 2 മാസം. അതാണ് പറയുന്നത് അല്ലേ, ബില്ല് വരുന്നതിനനുസരിച്ച്. അതിനെല്ലാം ഉപരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം നമുക്ക് പെട്രോള് ഗ്യാസിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടുന്നു. അത് മാത്രമല്ല ലഭ്യതയും ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വരുമല്ലേ. എന്ന് വെച്ചാൽ നമുക്കിപ്പം ഗ്യാസ് തന്നെ ഇപ്പം 45 ദിവസം പ്രീ ബുക്കിംഗ് ആയി. പെട്രോൾ ഇതിന് നമ്മൾ പരമാവധി നമ്മുടെ ഗവൺമെൻറ് എല്ലാം ഈ ഡ്രൈവിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ഇപ്പോൾ എല്ലാത്തിലും. സോളാർ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇതിനെല്ലാം ഉപരി നമ്മൾ വരും തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന റിന്യൂവബിൾ എനർജിയിലോട്ട് പോകാന്നുള്ളത്, നമുക്ക് ഫോസിൽ ഫ്യൂവൽസ് നിന്ന് മാറി ഒരു റിന്യൂവബിൾ എനർജിയിലേക്ക് പോകുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ പൈസ മാത്രം സേവ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അത് ഉദാഹരണത്തിനൊരു 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടിയൊക്കെ പൈസ മുടക്കി വീട് വയ്ക്കുന്ന ഒരാളിന് അവർക്ക് സ്വന്തമായിട്ടൊരു എനർജി ഉൽപ്പാദിപ്പിച്ച് എന്ന് വെച്ചാൽ ഒരു സ്വയം പര്യാപ്തരാകുക. അപ്പം വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട. നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തൊക്കെ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പം ഓൺ ഗ്രിഡ് അല്ലാതെ നമുക്ക് ഹൈബ്രിഡ് മോഡലുകളുണ്ട്, അതായത് ബാറ്ററി ബാക്കപ്പോട് കൂടി നല്ല ബാക്കപ്പൊക്കെ വെച്ച് നമുക്ക് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് KSEBിനെ അത്യാവശ്യത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതി. നമുക്ക് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് സ്റ്റോർ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ നമുക്ക് സോളാർ പവർ പ്ലാന്റുകളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ബില്ലിനനുസരിച്ച് നമ്മൾ എത്ര കിലോ വാട്ട് വെക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഒരു റിക്വയർമെൻറ്റുമായിട്ട് നമ്മളൊരു സമീപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എത്ര ബില്ല് വരുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈറ്റ് ഫീസിബിലിറ്റി എടുക്കുന്നുണ്ട്. സൈറ്റിൽ അവിടെ വന്നിട്ട് ഇപ്പം ഷാഡോ, ഇപ്പം നമുക്ക് സൺ റൈസ് ടു സെറ്റ് നമുക്ക് ഷാഡോ വീഴുന്നില്ലെന്നുള്ള ഉറപ്പ് വരുത്തണം. അത് മിനിമം നമുക്ക് രാവിലെ ഒരു 9 മണി തൊട്ട് 5 മണി വരെയൊക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതിൽ ചെറിയ വ്യത്യാസം വന്നാലും നമ്മൾ ചെയ്യും. പക്ഷേ ഒട്ടും നമുക്ക് പ്രൊഡക്ഷൻ മീൻസ് സൂര്യപ്രകാശം കൃത്യമായിട്ട് ഇപ്പം കിട്ടുന്നില്ലെങ്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്യും. അതാണ് നമ്മൾ നോക്കുന്നത്. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പാനൽ വയ്ക്കുക, പിന്നെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 3 കിലോ വാട്ട് സിസ്റ്റമാണ് 2 ലക്ഷം തൊട്ട് പല ഇതിലുണ്ട്. ഇപ്പോൾ ഹൈബ്രിഡ് ചെയ്യണമെങ്കിൽ ഇപ്പം 1.5 ലക്ഷം രൂപ അധികം ചെയ്യണം, അല്ലെങ്കിൽ മൈക്രോ ഇൻവെർട്ടർ ചെയ്യുക, അതോ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അത് അധികം വരും. അങ്ങനെ കസ്റ്റമറിൻ്റെ ബഡ്ജറ്റും അവർക്കിപ്പോൾ നമുക്ക് കാർ മേടിക്കുമ്പോൾ തന്നെ മാരുതി മേടിക്കാം, മെഴ്സിഡീസും മേടിക്കാം. അപ്പോൾ അതുപോലെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക്കുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ചെയ്യാം. മനസ്സിലായി. ഇപ്പം ഈ സാർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെൻഡേഴ്സ് ഉണ്ട്. അതായത് സോളാർ വെക്കണം എന്ന് തീരുമാനിച്ചാൽ നമുക്ക് വരുന്ന കോൾസിൻ്റെ എണ്ണവും ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ. ഇപ്പോൾ വൈ ഷുഡ് സമ്മൺ സെലക്ട് റെനർജി എന്ന് ചോദിച്ചാൽ സാർ എന്താ പറയുക? റെനർജി അതൊരു ചോദ്യമാണ്. നമുക്ക് എന്തുകൊണ്ട് റെനർജീനെ സെലക്ട് ചെയ്യുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ ഈ ഇത്രയും 10-16 വർഷമായി ഇൻഡസ്ട്രിയിലുള്ളൊരു നമ്മൾ ഒരു 99.9% കസ്റ്റമർ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. എന്ന് വെച്ചാൽ ഞാനൊരു 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു എന്ന് വെച്ചാൽ പല കസ്റ്റമറും നമ്മൾ എന്ത് കൊടുത്താലും തൃപ്തരില്ലാത്ത കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പം നമ്മൾ പരമാവധി കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിക്കാതെ ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ടാഗ് ലൈൻ തന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് സോളാർ എനർജി ബ്രാൻഡ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇതിലെല്ലാം ഉപരി നമ്മളിപ്പം എന്തെങ്കിലും ഇപ്പം നേരത്തെ പറഞ്ഞു ഒരു പ്ലാന്റ് വെച്ചു, മാനുഫാക്ചറർ നമുക്ക് ഡയറക്റ്റ് വാറണ്ടി കിട്ടില്ല. പല കമ്പനികൾ ഇവിടെയുള്ള ലീഡിംഗ് ആയിട്ടുള്ള സോളാർ മാനുഫാക്ചറർ വരെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് ചിലപ്പം ബുദ്ധിമുട്ട് പറയുന്ന കേസുകളുണ്ട്. അതുപോലെ പല കാര്യങ്ങൾ പറഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്യും. അറിയാമല്ലോ ഇവരുടെയൊക്കെ രീതി എന്ന് വെച്ചാൽ എങ്ങനെ നമുക്കത് സാധനം തരാതിരിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഗവേഷണം നടന്നത്. അപ്പം അങ്ങനെ വന്ന ഇപ്പം മാനുഫാക്ചർ ഇല്ലാത്തതും അല്ലാതെ മാറിക്കിട്ടാത്തത് പല നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ റെനർജി നമ്മൾ പൈസ മുടക്കി മാറിക്കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോഴും ഒക്കെ പല കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു ഏറ്റവും ട്രസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന, കസ്റ്റമേഴ്സ് നമുക്ക് ട്രസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. അതുപോലെ റെഫറൻസ് ഓർഡറുകളാണ്. നമുക്ക് നമ്മുടെ വർക്കുകളിൽ ഏറ്റവും ഒരു 75% മുകളിൽ നമുക്ക് റെഫറൻസ് ആയിട്ടാണ് ഓർഡേഴ്സ് വരുന്നത്. അപ്പോൾ സാർ ഇപ്പോൾ ആക്ച്വലി എല്ലാ ഓൾ ഓവർ ഇന്ത്യ ചെയ്യുന്നുണ്ടോ അതോ ഓൾ ഓവർ? ഇല്ല, ഞാനിപ്പം കേരള തമിഴ്നാട് മാത്രമാണ്. സൂൺ വി ആർ ഓപ്പണിംഗ് ഇൻ കർണാടക. ഓക്കെ, അപ്പോൾ ആദ്യം സാർ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, റെനർജി ത്രൂ നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഇല്ലാത്തൊരു ഇൻകം സോഴ്സിനുള്ള സാധ്യതയുണ്ടെന്ന്, ഫ്രാഞ്ചൈസി ഓപ്ഷൻ ഉണ്ടെന്ന്. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഒരു ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗൾഫ് റിട്ടേണോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്ത നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മീൻസ് ഇപ്പം അവർക്ക് എന്തുകൊണ്ടൊരു സ്വന്തമായിട്ടൊരു സോളാർ ബിസിനസ് തുടങ്ങിക്കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ഒരു പീക്ക് ടൈം വരുമ്പോൾ മാറും. ഇത് ആഫ്റ്റർ സർവീസ് കൊടുക്കണം, ലോങ് ടൈം വാറണ്ടിയാണ്. പിന്നെ ഇതുകൂടാതെ തന്നെ മാനുഫാക്ചേഴ്സിൻ്റെ എന്തെങ്കിലും
ഡിഫിക്കൽറ്റി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മോഡികളോ അല്ലെങ്കിൽ വാട്ടവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ ഒരു 20-35 കസ്റ്റമറിന് റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 10-50 ലക്ഷം രൂപയായി. ഇപ്പോൾ സാധാരണപ്പെട്ട ഒരാളിന് ഇതുപോലെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, അവർ നിർത്തിപ്പോയിട്ടുണ്ട്. അപ്പം അതായത് അവർക്ക് റിസ്ക് ഫ്രീ ആയിട്ട് ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എല്ലാ അസംബ്ലിയിലും ഒരു ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യുക എന്നുള്ള ടാർഗറ്റോടെയാണ് റെനർജി അത് തുടങ്ങിയിരിക്കുന്നത്. ഭാവിയിലായാലും ഇപ്പം ഈ 1400-1500 പേരുണ്ട്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 3.5 ലക്ഷം പേരോളം സോളാർ റൂഫ് ടോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് സർവീസ്, ഭാവിയിലുള്ള സർവീസിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. അപ്പോൾ നമ്മളൊരു 140 അസംബ്ലിയിലും ഇത് ഫ്രാഞ്ചൈസി പ്ലാൻ ചെയ്യുന്നത് ഇൻ ഫ്യൂച്ചർ ആയാലും നമുക്ക് സർവീസ് ഉൾപ്പെടെ നമുക്ക് എന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്ത ആൾക്കാർ ഇപ്പം നിർത്തിപ്പോയി കഴിഞ്ഞാലും നമുക്കതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ വലുതായിരിക്കും. എന്ന് വെച്ചാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ നേരത്തെ തന്നെ ഞാൻ ഇൻഡസ്ട്രിയിൽ കടന്നു വന്ന ഇതിൽ തന്നെ എനിക്ക് ഒരുപാട് ഇതേണക്കുള്ള സർവീസ് റിക്വയർമെൻറ്റ് വന്നിട്ടുണ്ട്, വേറെ ആൾക്കാർ ചെയ്തിട്ട് സർവീസ്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ വലുതായതുകൊണ്ട് തന്നെ അത് മാത്രമല്ല നമുക്ക് എല്ലായിടത്തും പെട്ടെന്ന് എത്തുക, പരമാവധി ഒരു കോള് വന്നു കഴിഞ്ഞാൽ പരമാവധി പെട്ടെന്ന് എത്തി പെട്ടെന്ന് അത് റെക്ടിഫൈ റിസോഴ്സ് കൂടുതലുണ്ടെങ്കിൽ പെട്ടെന്ന് എത്താലോ. ഓക്കെ. അപ്പോൾ ഈ ഫ്രാഞ്ചൈസി ഏറ്റെടുക്കുന്നതിന് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ? അത് നമ്മൾ ഒരു അസംബ്ലിയിൽ ഒരു ഫ്രാഞ്ചൈസിയാണ് കൊടുത്തിരിക്കുന്നത്. അവർക്കൊരു 150-200 ഒരു സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു റൂം നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ട്, ഒരു വിസിബിൾ ഏരിയ. പിന്നെ അത് നമ്മുടെ ഒരു ബ്രാൻഡിങ് പ്രിഫർ ചെയ്യുന്നുണ്ട്, ഇന്ന കളർ പാറ്റേൺ ഇതുമെല്ലാം. പിന്നെ അത് അവർക്കൊരു ചെറിയ ഡിപ്പോസിറ്റ് ഉണ്ട്, അത് ഡിപ്പെൻഡാണ് ഓരോ ഏരിയ അനുസരിച്ചിട്ട്. ചെറിയ 50,000 തൊട്ട് 5 lakh വരെയുള്ള ഡിപ്പോസിറ്റ്. അപ്പോൾ ഇത് ഒരു മിനിമം ബിസിനസ് ഒരു 5-10 വർക്ക് ഒരു മാസം കിട്ടുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ അത് ബ്രേക്ക് ചെയ്യാനാണ്. ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പരമാവധി ഒരു 6 മാസത്തിനുള്ളിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ, അത് റീഫണ്ടബിളുമാണ് ഈ എമൗണ്ട്. അപ്പോൾ അത് നമുക്ക് ആ ഒരു സെക്യൂരിറ്റി പോലെ മേടിക്കുന്നത് നമ്മൾ ഒരു ഇത് കിട്ടാനാണ്, ഒരു ഉറപ്പ് കിട്ടുന്നതിനുള്ള കാര്യത്തിനാണ് ആ ഒരു സെക്യൂരിറ്റി എമൗണ്ട് മേടിക്കുന്നത്. ഓക്കെ. അപ്പോൾ റെനർജി ത്രൂ എല്ലാ അസംബ്ലിയിലും ഓരോ റെനർജിയുടെ ഓഫീസ് വരട്ടെ, ആളുകൾ റിന്യൂവബിൾ എനർജിയിൽ ഡിപ്പെൻഡ് ആവുന്ന രീതിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.